10 ദിവസം മുമ്പാണ് കേരളത്തെ നടുക്കിയ ക്രൂരത പുറം ലോകമറിഞ്ഞത്. അനിയനെ മൂത്രമൊഴിപ്പിച്ച് കിടത്താത്തതിൽ പ്രകോപിതനായ അരുൺ കുട്ടിയെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കുകയായിരുന്നു. തലയോട്ടി പൊട്ടിയ നിലയിലാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മാർച്ച് 28 വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സോഫയിൽ നിന്ന് വീണ് പരിക്കേറ്റുവെന്നും പറഞ്ഞ് അമ്മയും പ്രതിയായ അരുൺ ആനന്ദും ചേർന്ന് കോലഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിക്കുന്നത്. കുട്ടിയുടെ തലയോട്ടി പൊട്ടിയ നിലയിലായിരുന്നു. സംശയം തോന്നിയ ആശുപത്രി അധികൃതരാണ് പോലീസിനെ വിവരമറിയിക്കുന്നത്. പോലീസിന്റെ സഹായത്തോടെ വിദഗ്ധ ചികിത്സയ്ക്കായി കുട്ടിയെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഈ സമയം വീട്ടിൽ ഒറ്റയ്ക്ക് പേടിച്ചു വിറച്ചു കഴിഞ്ഞിരുന്ന 3.5 വയസ്സുള്ള ഇളയ കുട്ടിയിൽ നിന്നാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. അപ്പ ചേട്ടനെ വലിച്ചെറിഞ്ഞതും വയറ്റിൽ ചവിട്ടിയതും വടിയൊടിയും വരെ തല്ലിയതുമെല്ലാം ആ കുഞ്ഞ് വിവരിച്ചു. ചോര തുടച്ചത് താനാണെന്നും കൂടി ആ കുഞ്ഞു പറഞ്ഞു. ഇളയ കുട്ടി കട്ടിലിൽ മൂത്രമൊഴിച്ചതിന്റെ പേരിലായിരുന്നു ക്രൂരമർദ്ദനം. പിന്നീട് പുറത്തുവന്നിരുന്ന വാർത്തകളെല്ലാം പ്രബുദ്ധ കേരളത്തെ പിടിച്ചുലയ്ക്കുന്നതായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ അരുൺ ആനന്ദ് അറസ്റ്റിലായി. കൊലപാതകമടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറയുന്നു. ഭർത്താവ് മരിച്ച ശേഷമാണ് കുട്ടിയുടെ അമ്മ ഭർത്താവിന്റെ ബന്ധു കൂടിയായ അരുണിനൊപ്പം താമസമാക്കുന്നത്. ആര്യന് 7 വയസ്സു മാത്രമായിട്ടുള്ളൂവെന്നതും അണുബാധയേറ്റിട്ടില്ല എന്നതും ഏതെങ്കിലും തരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന പ്രതീക്ഷകൾ ഡോക്ടർമാർക്ക് നൽകിയിരുന്നു. എന്നാൽ എല്ലാ പ്രതീക്ഷകളും അവസാനിപ്പിച്ച് ഇന്ന് 11 മണിയോടെ ആര്യൻ യാത്രയായി. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.